கிருபையால் 43 பேர் சாட்சி சொன்னார்கள். കൃപയാൽ 43 പേർ സാക്ഷ്യം പറഞ്ഞു. 1.25 മണി നേരத்துக்குள்ள 1.25 മണിക്കൂർ കൊണ്ട്. അவ்வளവും ഒളുങ്കുള്ള ഒരു സഭ താൻ നമ്മുടെ സഭ. നമ്മുടെ സഭ ഇത്രത്തോളം ക്രമമായി മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ്. ഒളുങ്കാക 41 பேர் மிகவும் சுருக்கமாக சொல்ல வேண்டிய விஷயங்கள் மட்டும் சொல்ல தேவன் உதவி செய்தபடியினால் കരങ്ങളെ ഉയർത്തി നന്ദിയുടൻ കർത്തരെ സ്തോത്രം பண்ணுவோம். കാര്യമാത്ര പ്രസക്തമായിട്ട് സാക്ഷി പറയുവാൻ ദൈവം സഹായിച്ചതിനാൽ നന്ദിയോടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം എല്ലാവരും സ്തോത്രം பண்ணுங்க. സ്തോത്രം 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 സ്തോത്രം. സാക്ഷിയിൽ കേട്ടതാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റ വേണ്ടും. സാക്ഷ്യത്തിൽ കേട്ട കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നീ சொன்னதான സാക്ഷി ഉൻ ജീവിതത്തിൽ പിൻപറ്റാവിട്ടാൽ അത് പൊയ്യാക മാറും എന്ന് വേദം சொல்லுகிறது. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതായ സാക്ഷ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അത് ഒരു വ്യാജ സാക്ഷിയായി തീരുമെന്നാണ് ബൈബിൾ പറയുന്നത്. ജീവിതത്തിൽ പിൻപറ്റ യാവർക്കും ഉദവി ചെയ്യുമ്പടിയാക സ്തോത്രം பண்ணுவோம். പ്രാവർത്തികമാക്കുവാൻ കൃപ തരേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഞാനും ഇവരെ കുറിച്ച് ഒരു 7 വിഷയത്തെ சொல்ல போறேன். തന്നെ കുറിച്ച് ഞാനും ഒരു 7 കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. முதலாவது ഇവർ സിയോനിൽ പിറന്നവർ. ഒന്നാമത് താൻ സിയോനിൽ ജനിച്ച 87 സംഗീതം 5 വചനത്തെ വാസിക്കുമ്പോൾ 87 സങ്കീർത്തനം 5 വാക്യം വായിച്ചാൽ ഇന്നാർ ഇന്നാർ സിയോനിൽ പിറந்தாർ എന്ന് എഴുതപ്പെടുമെന്ന് നാം വാസിക്കുന്നു. ഇവനും അവനും സിയോനിൽ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആകയാൽ ഇവർ സിയോനിൽ പിറന്നവർ. അതുകൊണ്ട് ഇദ്ദേഹം സിയോനിൽ ജനിച്ചു. എപ്പോഴാണ് സിയോനിൽ പിറந்தார்? താൻ എപ്പോഴാണ് സിയോനിൽ ജനിച്ചത്? സിയോനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളുമ്പോൾ സിയോനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുമ്പോൾ അവർ സിയോനിൽ പിറക്கிறார். താൻ സിയോനിൽ ജനിക്കുന്നു. സിയോനിൽ പിറന്നത് മറ്റുമല്ല, സിയോനിൽ ജനിച്ചത് മാത്രമല്ല, സിയോനിൽ വളര വേണ്ടും. സിയോനിൽ വളരണം. സിയോനിൽ വളരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ? വളരുക എന്നതിന്റെ അർത്ഥം എന്താണ്? സിയോനിൻ സ്വഭാവത്തിൽ വളര വേണ്ടും. സിയോന്റേതായ സ്വഭാവങ്ങളിൽ വളരണം. സിയോനിൻ സന്തോഷത്തിൽ വളര വേണ്ടും. സിയോന്റെ സന്തോഷത്തിൽ വളരണം. സിയോനിൻ താഴ്മയിൽ വളര വേണ്ടും. സിയോന്റേതായ താഴ്മയിൽ വളരണം. സിയോനിൻ സ്വഭാവത്തിൽ വളര വേണ്ടും. സിയോന്റെ സ്വഭാവ ഗുണങ്ങളിൽ വളരണം. 4 വിഷയത്തിൽ വളര വേണ്ടും. ഈ 4 കാര്യങ്ങളിൽ വളരണം. ഏതോ ഡ്രസ്സ് മാറ്റി വേസ്റ്റ് പോട്ട് സാരി ഉടുത്ത് വിശ്വാസ വീട്ടിൽ വന്നാൽ മറ്റും പോതാതെ. മുൻപുള്ള വേഷവിധാനങ്ങൾ മാറ്റിയിട്ട് സാരിയോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ ധരിച്ചുകൊണ്ട് ജുബയിട്ടുകൊണ്ട് വരുന്നതല്ല. സിയോനിൽ പിറന്നവർ സിയോനിൽ വളര വേണ്ടും. സിയോനിൽ ജനിച്ചവർ സിയോനിൽ വളർന്നേ മതിയാകൂ. മുതലാമത് സിയോനിൻ ഉപദേശത്തിൽ. ഒന്നാമത് സിയോന്റെ ഉപദേശത്തിൽ. സിയോനിൻ ഉപദേശം എന്ന് ചൊല്ലുമ്പോൾ സിയോന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ ഒന്നാക്കപ്പെടുക ഉപദേശം, ഒന്നാക്കി തീർക്കപ്പെടുന്ന ഉപദേശം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് താൻ യോവാൻ 17 അധികാരം 21 വചനത്തിൽ വാസിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 21 വാക്യത്തിൽ ഞാനും എൻ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവர்களுം നമ്മിൽ ഒന്നാകുമ്പോൾ ഇവർക്കാக വേണ്ടുതൽ ചെയ്യുന്നേൻ. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ വളരണം. രണ്ടാമത് സിയോന്റെ സ്വഭാവത്തിൽ വളരണം. സിയോനൊക്കെ മുഖ്യமாக 48 സ്വഭാവങ്ങളുണ്ട് എന്ന് വേദത്തിൽ വാസിക്കുന്നു. ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം സിയോന് സുപ്രധാനമായ 48 സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒരു സ്വഭാവം താൻ 48 സംഗീതം 2 വചനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 48 സങ്കീർത്തനം 2 വാക്യത്തിൽ കാണാം. അതുതാൻ മകിഴ്ചി എന്റെ പെരിയ സ്വഭാവം. അതാണ് ആനന്ദം എന്നതായ വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പമാന സ്ഥാനവും സർവ്വഭൂമിയിൽ മകിഴ്ചിയുമായി ഇരിക്കുന്നത്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെ ആനന്ദവുമാകുന്നു. മഹാരാജാവിൻ നഗരം, മഹാരാജാവിന്റെ നഗരമാകും. മകിഴ്ചിയിൽ നാം കാണപ്പെട വേണ്ടും. ഈ ആനന്ദത്തിൽ നമ്മൾ കാണപ്പെടണം. സിയോൻ മറ്റുമല്ല യെരുസലേമും കാണപ്പെട വേണ്ടും. സിയോൻ മാത്രമല്ല യെരുസലേമും കൂടെ. അനാലതാൻ പ്രസംഗി 3 അധികാരം 12 വചനത്തെ വാസിക്കുമ്പോൾ, അതുകൊണ്ടാണ് സഭാപ്രസംഗി 3:12 വായിക്കുമ്പോൾ മകിഴ്ചിയായിരിപ്പതും ഉയിരോട് ഇരിക്കയിൽ നന്മ ചെയ്യുവതുമേ അല്ലാமல் ഉലകത്തിൽ വേറെ നന്മയില്ല. ജീവനോടിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നതും സന്തോഷം അനുഭവിക്കുമെന്നല്ലാതെ മറ്റൊരു നന്മ മനുഷ്യനില്ല. ആകയാൽ ദേവജനങ്ങൾ, ഊഴിയர்கள், വിശ്വാസികൾ എപ്പോഴും ക്രിസ്തുവുക്കുൾ മകിഴ്ചിയിൽ കാണപ്പെട വേണ്ടും. ദൈവജനമാകുന്ന ശുശ്രൂഷകരും വിശ്വാസികളും സദാ ക്രിസ്തുവിൽ സന്തോഷഭരിതരായിരിക്കണം. പാസ്റ്റർ ബാബു അവർ സിയോനിൽ പിറന്നത് മറ്റുമല്ല, പാസ്റ്റർ ബാബു അവർ സിയോനിൽ ജനിച്ചത് മാത്രമല്ല, അവർ ഒന്നാക്കപ്പെട്ടാர்கள். താൻ ഒന്നാക്കപ്പെട്ടു. സിയോനിൻ ഉപദേശത്തിൽ വളർന്നാർ. സിയോന്റെ ഉപദേശത്തിൽ വളർന്നു. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ മകിഴ്ചിയിൽ കാണപ്പെട്ടു. സിയോന്റെ സ്വഭാവമാകുന്ന ആനന്ദത്തിൽ സദാ കാണപ്പെട്ടു. മൂന്നാമത് സിയോനിൻ താഴ്മയിൽ കാണപ്പെട വേണ്ടും. മൂന്നാമതായി സിയോന്റെ താഴ്മയിൽ വളരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോന്റെ താഴ്മ എന്താണ് സിയോന്റെ താഴ്മ? അത് താൻ പിതാവിൻ താഴ്മ. അത്
പിതാവിന്റെ താഴ്മയാണ്. അതുതാൻ ക്രിസ്തുവിൻ താഴ്മ. അത് ക്രിസ്തുവിന്റെ താഴ്മയാണ്. അതുതാൻ പരിശുദ്ധവാൻകളിൻ താഴ്മ. അത് വിശുദ്ധന്മാരുടെ താഴ്മയാണ്. നാളാകമം 17-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ, 17:6 വാക്യം വായിക്കുമ്പോൾ അങ്ങ് സിയോനിൻ താഴ്മയെ കുറിച്ച് വാസിക്കും. നമുക്കവിടെ സിയോന്റെ താഴ്മയെ കാണാം. இந்த 40 வருடம் வனாந்தர பயணத்தில் நான் உங்களோடு கூட பயணம் செய்தேன். കഴിഞ്ഞ 40 സംവത്സരം മരുഭൂമിയിൽ നിങ്ങളോട് കൂടെ യാത്ര ചെയ്തു. எனக்காக நீங்க ஒரு ஆலயம் கட்ட வேண்டும் என்று நான் சொன்னதுண்டு. ദേവദാരു കൊണ്ട് എനിക്കൊരു ആലയം പണിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? எந்த நியாயாதிபதிகளுக்கும் சொல்லவில்லை. ന്യായാധിപന്മാരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. அப்படிதான் பிதாவினுடைய தாழ்மையை அவர் வெளிப்படுத்தினார். പിതാവ് തന്റെ താഴ്മ ഇപ്രകാരം വെളിപ്പെടുത്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 40 வருடம் அந்த வனாந்தர பயணத்தில் பயணம் செய்தார்கள். 40 വർഷം അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തു. அந்த உடன்படிக்கை பெட்டியில், ആ നിയമപെട്ടകത്തിൽ, கெரூபுகள் மத்தியில், കെരൂബുകളുടെ മധ്യത്തിൽ அவர் வாசம் பண்ணினார். ദൈവം വസിച്ചിരുന്നു. அந்த பெட்டி வைக்கிற இடம் எங்கே? ആ പെട്ടകം വയ്ക്കുന്നത് എവിടെയാണ്? வெறும் மணலில் தான். വെറും മണൽപ്പരപ്പിലാണ്. அந்த மணலில் எவ்வளோ குப்பைகளும் சத்த பாம்புகளும் எத்தனையோ அசுத்தமான காரியங்கள் இருக்கலாம். ആ മണലിൽ എത്രയോ പാഴ്വസ്തുക്കൾ കാണും, അല്ലെങ്കിൽ മറ്റു ജന്തുക്കളുടെ ശവങ്ങൾ കണ്ടേക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பலவிதமான திரைகளை சொன்ன தேவன் പലവിധമായ തിരശ്ശീലകളെ കുറിച്ച് പറഞ്ഞു. தனக்கு ஒரு 10க்கு 10 கார்பெட் செய்ய சொல்லி இருக்கலாம். ആ പെട്ടകം വയ്ക്കാനായിട്ട് ഒരു 10 അടി നീളവും വീതിയുമുള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. സ്ഥലം என்பது 10க்கு 10 இடம் தான். അത് വിശുദ്ധ സ്ഥലം 10ക്ക് 10 അളവാണ്. மோசே எனக்காக 10க்கு 10 ഒരു കാർപെറ്റ് செய்வாயாக. 10 അടി നീളവും വീതിയുമുള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞില്ല. ഉടനെ മോശ ചെയ്തിരുപ്പാർ. പറഞ്ഞിരുന്നെങ്കിൽ മോശ ഉടനെ ചെയ്തേനെ. ദേവൻ சொல்லவில்லை. പക്ഷേ ദൈവം അത് ആവശ്യപ്പെട്ടില്ല. പിതാവാം ദേവൻ താഴ്മയുള്ളവർ. പിതാവായ ദൈവം താഴ്മയുള്ളവൻ. அந்த താഴ്മ ഏതെ വെളിപ്പെടുത്തി? ഈ താഴ്മ ഇതിനെ കാണിക്കുന്നു. ഫിലിപ്പിയർ 4-ാം അധികാരം 11-12 വചനങ്ങളെ വാസിക്കുമ്പോൾ, ഫിലിപ്പ് ലേഖനം 4:11-12 വാക്യം, എന്ത സൂழ்நிலைയിലും മനരമ്യമായി இருக்க കറ്റുകൊണ്ട്, ഏതവസ്ഥയിലും ഞാൻ അലംഭാവത്തോടെ സന്തോഷത്തോടെ ഇരിപ്പാൻ അഭ്യസിച്ചിട്ടുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എപ്പടിപ്പെട്ട നിലമയിൽ നാം ഇരുന്നാലും, നാം ഏതവസ്ഥയിൽ എപ്പടിപ്പെട്ട നിലമയിൽ ദേവൻ നമ്മെ നടത്തിനാലും, ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തിയാലും പെറുപെറുക്കാതെ, ഒരു കഷ്ടമില്ലാமல், അതിലൊരു കഷ്ടത കാണിക്കാതെ, எப்படி எனக்கு செய்ய வேண்டும் என்று கேள்வியை கேட்காமல், എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യാതെ, മനരമ്യമായി ജീവിപ്പതേ പിതാവിൻ താഴ്മ. മനസ്സിൽ വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കുന്നതാണ് പിതാവിന്റെ താഴ്മ. താഴ്മയിൽ ഊഴിയர்களுം വിശ്വാസികളും കാണപ്പെട வேண்டும். ശുശ്രൂഷകരും വിശ്വാസികളും ഇങ്ങനെ താഴ്മയുള്ളവരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് വിവിധമായ സ്വഭാവത്തിൽ പാസ്റ്റർ ബാബുവും കാണപ്പെട്ട. പാസ്റ്റർ ബാബു അവർകളും ഈ വിധമായ സ്വഭാവങ്ങളുള്ളവരായി സിയോനിൽ പിറന്ന് സിയോനിൽ വളർന്ന് സിയോനാക പൂർണ്ണപ്പെട്ടാർ. താൻ ഇങ്ങനെ സിയോനിൽ ജനിച്ചു വളർന്ന് സിയോന്റെ പൂർണ്ണത പ്രാപിച്ചു. ഏറ്റ വേളയിൽ ദേവൻ അവരെ ചേർത്തുകൊണ്ട്, ഉചിതമായ സമയത്ത് ദൈവം തന്നെ ചേർത്തു. അടുത്തപടിയാക അവർ എന്നെ ചെയ്താർ. അടുത്തതായി താൻ ചെയ്തത് അണ്ണക പ്രതിഷ്ഠയിൽ വന്ന, ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ വന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியத்திற்கு, ഈ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയ്ക്ക്, നാം ചെയ്യുന്ന ഊഴിയം മെൽകിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ളതാണ്. പഴയ ഏർപ്പാട്ടിൽ ഒരു ഊഴിയം കാണപ്പെട്ടത്, പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ആരോനിൻ മുറമയിൻപടിയുള്ള ഊഴിയം. അത് അഹരോന്യ ക്രമത്തിലുള്ള ശുശ്രൂഷ. നാം ചെയ്യുന്ന ഊഴിയം, പക്ഷെ നമ്മൾ ചെയ്യുന്നത് പുതിയ ഏർപ്പാട്ട് ഊഴിയം, ഈ പുതിയ നിയമ ശുശ്രൂഷ മെൽകിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം, മൽക്കീസേദക്കിന്റെ വിധത്തിലുള്ള. അതിൽ മുതൽ ഊഴിയക്കാരൻ യേശു ക്രിസ്തുവിന്റെ 110-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ വാസിக்கிறோம். അതിലെ പ്രഥമ ശുശ്രൂഷകൻ കർത്താവായ യേശുവാണെന്ന് 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അവരും അണ്ണക പ്രതിഷ്ഠയിൽ കാണപ്പെട്ടാർ. താനും ഈ ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ കാണപ്പെട്ടു. ഇതൊരു മേന്മயான പ്രതിഷ്ഠ. ഇതൊരു വിശിഷ്ടമായ പ്രതിഷ്ഠ. പ്രതിഷ്ഠയിനാൽதான் ஊழியர்கள் വിവാഹം ചെയ്യാமல் ജീവിக்கிறார்கள். ആ പ്രതിഷ്ഠ കാരണമാണ് ശുശ്രൂഷകർ വിവാഹം ഇല്ലാതെ ജീവിക്കുന്നത്. മത്തായി 19-ാം അധികാരം 12-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ, മത്തായി 19:12 വായിക്കുമ്പോൾ, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ അണ്ണകളാക്കി കൊണ്ടവർ, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ, വിവാഹ ജീവിതം ചെയ്യാമൽ, അതുകൊണ്ടാണ് പാസ്റ്റർ വിവാഹ ജീവിതം നയിക്കാതെ, മാംസിക ഇച്ഛയിൻപടി ജീവിക്കാമൽ, ജഡാമോഹങ്ങളെ അനുസരിച്ച് ജീവിക്കാതെ, താൻ ജയിച്ചുകൊണ്ട്, താൻ അതിനെല്ലാം ജയിച്ച് അണ്ണക പ്രതിഷ്ഠയിൽ കാണപ്പെട്ട, ഷണ്ണത്വ പ്രതിഷ്ഠയിൽ കാണപ്പെട്ടു. എല്ലാവരും വിവാഹം ചെയ്യ വേണ്ടുമെന്ന് ദേവനുടെ വാഞ്ചയല്ല, വിരുപ്പമല്ല. എല്ലാവരും വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമോ പദ്ധതിയോ അല്ല. നാം എന്നെ വാസിக்கிறோம். യെരമ്യാവിനെ കുറിച്ച് വായിക്കുന്നത്, യെരമ്യാവെ കുറിച്ച്, യെരമ്യാവിനെ കുറിച്ച് യെരമ്യ 16-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ, യെരമ്യാ പ്രവചനം 16:2
യെരമിയാവേ, നീ இந்த இடத்தில் இந்த உலகத்தில் വിവാഹം செய்ய வேண்டாம். നീ ഈ സ്ഥലത്ത് ഭാര്യ എടുക്കരുത്, വിവാഹം കഴിക്കരുത്. കുമാരരും കുമാരത്തികളും இருக்க വേണ്ട. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കരുത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഏദൻ തോട്ടത്തിൽ ആദാമുക്ക് ഏറ്റ തുണയെ ഉണ്ടാക്കിന ദേവൻ, ഏദൻ തോട്ടത്തിൽ ആദാമിന് തക്ക തുണയെ ഉണ്ടാക്കിയ ദൈവം യെരമിയാവെ കുറിച്ച് சொல்லுகிறார். യെരമ്യാവിനെ കുറിച്ച് പറയുന്നതോ, നീ ഇവിടത്തിൽ ഒരു പെണ്ണെ വിവാഹം ചെയ്യ വേണ്ട. നീ ഇവിടെ ഒരു ഭാര്യയെ പരിഗ്രഹിക്കരുത്. അതേപോലെ വിവാഹം ചെയ്യാமல் കർത്തർക്കന്റെ ഊഴിയം ചെയ്യ വേണ്ടും. ഇങ്ങനെ വിവാഹമില്ലാത്തവരായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. പരിശുദ്ധ പൗൽ വിവാഹം ചെയ്യാமல் കർത്തർക്കന്റെ ഊഴിയം ചെയ്താർ. വിശുദ്ധ പൗലോസ് വിവാഹം കൂടാതെ കർത്താവിന്റെ ശുശ്രൂഷ. പലരും പരിശുദ്ധ പൗൽ വിവാഹം ചെയ്താർ എന്ന് சொல்லுகிறார்கள். വിശുദ്ധ പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ஆனால் முதலாம் കൊരിന്ത്യർ 7-ാം അധികാരത്തെ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-ാം വസനത്തിലെ 1-ാം വാക്യം, 8-ാം വസനത്തിൽ 8-ാം വാക്യം, 27-ാം വസനത്തിൽ 27-ാം വാക്യം, 32-ാം വസനത്തിൽ 32-ാം വാക്യം, 39-ാം വസനത്തിൽ 39-ാം വാക്യം. இந்த 5 വസനങ്ങളെ നാം ഗവനിക്കുമ്പോൾ ഈ 5 വചനങ്ങളെ ശ്രദ്ധിച്ചാൽ അവർ വിവാഹ ജീവിതം ചെയ്യവില്ല. താൻ വിവാഹ ജീവിതം നയിച്ചിട്ടില്ല. അത് 8-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ ആ 8-ാം വാക്യം വായിക്കുമ്പോൾ തെളിവാக നാം പാർக்கிறோം. വളരെ സുവ്യക്തമായി കാണാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കൈപ്പെൺകളെ കുറിച്ചും വിധവമാരെ കുറിച്ചും അവർ சொல்லுகிறது, എന്നെ പോലെ ഇരുന്ന് വിട്ടാൽ നലമായിരിക്കും. വിവാഹം കഴിയാത്തവരോടും നിങ്ങൾ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നല്ലത്. ആയാൽ എല്ലാവരും വിവാഹം ചെയ്வது ദേവസിത്തമില്ല. എല്ലാവരും വിവാഹം കഴിക്കുന്നത് ദൈവഹിതമല്ല. അപ്പോ അന്നക പ്രതിഷ്ഠയിൽ ഊഴിയர்கள் കാണപ്പെട വേണ്ട. ശുശ്രൂഷകരുടെ പ്രതിഷ്ഠ ഷണ്ണന്റേതായിരിക്കണം. ഒരു മുറ നീ ഒരു പ്രതിഷ്ഠ ചെയ്ത പിറക്, ഒരിക്കൽ നീ ഒരു പ്രതിഷ്ഠ ചെയ്തതിന് മറുപടിയും പ്രതിഷ്ഠയെ ഉടൈത്ത് പിന്നീട് ആ പ്രതിഷ്ഠയെ തകർത്താൽ, വിവാഹം ജീവിതം ചെയ്താൽ, വിവാഹ ജീവിതം നയിച്ചാൽ ശപിക്കപ്പെട്ടവനാകെ കാണപ്പെടുവാൻ, നീ ശപിക്കപ്പെട്ടവനായി കാണപ്പെടും. ദേവനുടെ രാജ്യത്തിൽ പ്രവേശിക്ക മുടിയാ. ദൈവരാജ്യത്തിൽ കടക്കാവതല്ല. ലൂക്ക 9-ാം അധികാരം 62-ാം വസനത്തെ വാസിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9:62 കലപ്പയിന്മേൽ കരങ്ങളെ വയ്ത്ത പിറക്, കലപ്പമേൽ കൈവച്ചിട്ട് പിന്നിട്ട് പാർക്കിற യവനോ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദേവനുടെ രാജ്യത്തുക്ക് അവൻ തകുതിയുള്ളവനല്ല. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഊഴിയർകൾ നന്നാக கவனித்துக் கொள்ளுங்க. ശുശ്രൂഷകരിൽ നന്നായി ശ്രദ്ധിക്കണം. വിവാഹം ചെയ്ത് ജീവിക്കാം എന്ന് നിனைத்தால், വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് ചിന്തിച്ചാൽ ദേവനുക്ക് വിരോധமாக പാപം ചെയ്യുക. നീ ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നു. പാപങ്ങളിൽ പെരിയ പാപം, പാപത്തിൽ പ്രധാനപ്പെട്ടത് ദേവനോട് ഒരു ഉടൻപടിക്കை ചെയ്ത പിറക് ദൈവത്തോട് ഒരു നിയമം ചെയ്തിട്ട് ഉടൻപടിക്കയെ ഉടൈத்து போடுவதென்று വേദം சொல்லுகிறது. ആ നിയമം ലംഘിക്കുന്നതാണെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രസംഗി 10-ാം അധികാരം 8-ാം വസനത്തെ വാസിക്കുമ്പോൾ സഭാപ്രസംഗി 10:8 അടപ്പെ പിടുങ്ങുന്നവനെ പാമ്പ് കടിക്കും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, പ്രതിഷ്ഠയെ ഉടൈത്താൽ പാമ്പ് കടിക്കും, പ്രതിഷ്ഠയെ ലംഘിച്ചാൽ ഈ പാമ്പ് കടിക്കും. അതിനാൽ താൻ ഊഴിയர்கள் ജാഗ്രതயாக ജീവിക്ക வேண்டும். ശുശ്രൂഷകർ കരുതലോടെ ജീവിക്കണം. നിന്റെ പ്രതിഷ്ഠയെ നീ പാതുകാക്ക வேண்டும். നിന്റെ പ്രതിഷ്ഠയെ നീ സംരക്ഷിക്കണം. അന്നക പ്രതിഷ്ഠയെ പാതുകാക്ക வேண்டும். ഷണ്ണത്തെ പ്രതിഷ്ഠയെ നീ പാലിക്കണം. വിവാഹ ജീവിതം വേണ്ട, എനിക്ക് വിവാഹ ജീവിതം വേണ്ട, മാനസിക എണ്ണങ്ങൾ വേണ്ട, ജഡ വിചാരങ്ങൾ വേണ്ട, മാംസത്തിൽ ജയാളിയാക മാറ്റപ്പെടും, ഞാൻ ജഡത്തെ ജയിക്കണം എന്തെല്ലാം നീ തീരുമാനം പണി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ദേവനോട് പൊരുത്തനയെ ചെയ്ത്, ദൈവത്തോട് പ്രതിഷ്ഠ ചെയ്തിട്ട്, അന്നക പ്രതിഷ്ഠയെ ചെയ്ത്, ഈ ഷണ്ണത്തെ പ്രതിഷ്ഠ ചെയ്തിട്ട് ഊഴിയத்துக்கு വന്ന പിറക് ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് പ്രതിഷ്ഠയെ ഉടൈத்து പോടുவது பெரிய പാപം എന്ന് എണ്ണിക്കൊള്ളുങ്ങൾ. പ്രതിഷ്ഠയെ ലംഘിക്കുന്നത് ഗുരുതരമായ പാപമെന്ന് മനസ്സിലാക്കുക. இந்த பாஸ்டர் பாபு, ഈ പാസ്റ്റർ ബാബു அந்த പ്രതിഷ്ഠയിൽ കടசி നാൾ വരയ്ക്കും ജീവിത്താർ. തന്റെ അവസാന നാൾ വരെ ഈ പ്രതിഷ്ഠയിൽ ജീവിച്ചു. പ്രതിഷ്ഠയെ ഉടൈத்து പോടവില്ല, താൻ പ്രതിഷ്ഠ ലംഘിച്ചില്ല, അവർ വിവാഹം ചെയ്യവില്ല, വിവാഹം കഴിച്ചില്ല. അന്നക പ്രതിഷ്ഠയിൽ കാണപ്പെട്ട ഷണ്ണത്തെ പ്രതിഷ്ഠയിൽ ദേവൻ ഘനം പണ്ണിനാർ, ദൈവം തന്നെ മാനിച്ചു. ആനപടിനാൽ ദേവൻ എടുത്തുകൊണ്ടാർ. അതുകൊണ്ട് ദൈവം തന്റെ സന്നിധിയിൽ ചേർത്തു. അന്നക പ്രതിഷ്ഠയിൽ ഊഴിയர்கள் കാണപ്പെട வேண்டும். ആകയാൽ ശുശ്രൂഷകർ ഷണ്ണത്തെ പ്രതിഷ്ഠയിൽ ജീവിക്കണം. അടുത്തപടിയാ അന്നക പ്രതിഷ്ഠയിൽ നീ കാണപ്പെട്ടാൽ, അടുത്തതായി ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ ജീവിച്ചാൽ 3 ആശീർവാദങ്ങൾ പെറ്റുകൊള്ളലാം. 3 അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. യെശയ്യാ 56-ാം അധികാരം 5-ാം വസനത്തെ വാസിക്കുമ്പോൾ യെശയ്യാവ് 56-ന്റെ 5-ാം വാക്യം, മതിലുകൾക്കുള്ള இருக்கிற കുമാരർ കുമാരത്തികൾ ഇടത്തെ പാർക്കിലും മേന്മயான ഇടത്തെയും കീർത്തിയെയും എന്റെ വഴിയാത്ത നിത്യനാമത്തെയും നീ പെറുവായി. എന്റെ മതിലകങ്ങളിൽ പുത്രി പുത്രന്മാരെക്കാൾ വിശേഷമായ നാമവും ജ്ഞാപകവും കീർത്തിയും നിനക്ക് നൽകും. ലോകത്തിൽ ഒരു പെരിയ മതിലെ നാം പാർക്കിன்றோம். നമുക്ക് ആ സ്വർഗത്തിൽ ഒരു വലിയ മതിൽ കാണാം. സിയോന്റെ ഒരു പകുതി താൻ, അതും സിയോന്റെ ഒരു ഭാഗം. സിയോൻ കുമാരത്തിൻ മതിലെ എന്ന് പുലമ്പൽ പുസ്തകത്തിൽ വാസിக்கிறோம். വിലാപങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സിയോൻ പുത്രിയുടെ മതിലേ. ആ മതിലുകൾക്കുള്ള ആ മതിലകങ്ങളിൽ കുമാരർ കുമാരത്തികളെ പാർக்கலாம். പുത്രി പുത്രന്മാരെ
പുത്രിമാരെ കാണാം. ഇത് യാർ இந்த കുമാരർ കുമാരത്തികൾ? ആരാണ് ഈ പുത്രി പുത്രന്മാർ? 2 കൊരിന്ത്യർ 6-ാം അധികാരം 16-17 വസനങ്ങൾ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6:16-17 ഇവர்கள் ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിഷ്ഠ വേർപാട് ജീവിതം ചെയ്ത പരിശുദ്ധ വിശ്വാസികൾ, ഭൂമിയിൽ വേർപെട്ട ജീവിതം അനുഷ്ഠിച്ചതായ വിശുദ്ധ വിശ്വാസികൾ, വേർപാട് ജീവിതം ചെയ്യുന്ന വിശ്വാസികൾ, വേർപാട് ജീവിതം നയിക്കുന്ന വിശ്വാസികൾ, തൊടാതെ അശുദ്ധമായതൊന്നും തൊടരുത്, നീ എണ്ണാതെ, അശുദ്ധമായത് ചിന്തിക്കരുത്, അശുദ്ധമാനതിൽ നീ പിൻപറ്റി പോകാതെ, അശുദ്ധമായതിന്റെ പിന്നാലെ പോകരുത്, പുറപ്പെട്ടു പോ, അവരുടെ നടുവിൽ നിന്ന് വേർപെടുവീൻ. അപ്പോൾ ഞാൻ ഉനക്ക് പിതാവാകും, ഞാൻ നിങ്ങൾക്ക് പിതാവും, നിങ്ങൾ എനക്ക് കുമാരരും കുമാരത്തികളുമായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അരുമയാണ് ദേവജനമേ, പ്രിയ ദൈവജനമേ, വേർപാട് ജീവിയ മുഖ്യം, വേർപെട്ട ജീവിതം പ്രധാനപ്പെട്ട. വേർപാട് ജീവിതത്തെ കുറിച്ച് പ്രസംഗം പണുമ്പോൾ, വേർപാട് ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുகிறார்கள், ചിലരുടെ ഹൃദയം കഠിനമാകുന്നു. ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നിന്റെ ഹൃദയം കഠിനമാകരുത്, വേർപെട്ട് ജീവിക്ക വേണ്ടോ, നീ വേർപെട്ട് ജീവിക്കണം. എണ്ണാഗമം 23:9 വാസിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 23:9 ഇസ്രായേൽ മക്കൾ വേർപെട്ട് ജീവിത്താர்கள், ഇസ്രായേൽ ജനം വേർപെട്ട് ജീവിച്ചു, അവர்கள் ജാതിയോട് കലവാമൽ ജീവിത്താர்கள், ജാതികളോട് ഇടകലരാതെ ജീവിച്ചു. அப்படி ജീവിത്തபடியினால், അങ്ങനെ ജീവിച്ചത് കൊണ്ട് 16-17 വസനങ്ങളിൽ വാസിക്കുമ്പോൾ 16-17 വാക്യങ്ങളിൽ അവർക്ക് വിരോധமான எந்த മന്ത്രവാദമില്ല, യാതൊരു ആഭിചാരം അവർക്ക് ഫലിക്കില്ല. ഇസ്രായേലിക്ക് വിരോധமான മന്ത്രവാദവും ആഭിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. യാക്കോബുക്ക് വിരോധமான குறிசொல்லலும் கிடையாது. ലക്ഷണവിദ്യ യാക്കോബിന് ഫലിക്കുകയില്ല. എന്താണ് കാരണം? നീ വേർപെട്ട് ജീവിക്கிறாய், നീ വേർപെട്ട ജീവിതമാണ്. വേർപെട്ട് ജീവിച്ചാൽ, വേർപെട്ട് ജീവിച്ചാൽ വിധமான വല്ലമകൾ ഉന്നെ തൊടവേ തൊടാ, ഈ ദുഷ്ടാശക്തികൾ ഒരിക്കലും നിന്നെ തൊടില്ല. ഉനക്ക് വിരോധமாக எழும்புகிற எந்த ആയുധവും വായിക്കാமல் പോകും എന്ന് നാം വാസിக்கிறோം. അതുകൊണ്ടാണ് നാം ഇപ്രകാരം വായിക്കുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ജീവിതത്തെ ഉടയ്ക്കുമ്പോൾ, വേർപാട് ജീവിതം ലംഘിക്കുമ്പോൾ, ജാതികളോട് കലർന്ന് ജീവിക്കുമ്പോൾ, ജാതികളോട് ഇടകലർന്ന് ജീവിക്കുമ്പോൾ, ജാതികളെ പോലെ ജീവിക്കുമ്പോൾ, ജാതികളെ പോലെ ജീവിക്കുമ്പോൾ, ജാതികളെ പോലെ രഹസ്യ പാപങ്ങൾ ചെയ്യുമ്പോൾ, ജാതികളെ പോലെ രഹസ്യ പാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഉനക്ക് வாழ்க்கையில் പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വരുகிறது. നിന്റെ ജീവിതത്തിൽ എപ്പോൾ പ്രശ്നങ്ങളും സംഘർഷങ്ങളും തുടങ്ങുന്നു. നിനക്ക് വിരോധமான മന്ത്രവാദം ഇല്ല, നിനക്ക് വിരോധമായ ആഭിചാരമില്ല. അതിനാൽ താൻ 54 യെശയ്യാ 54:17 വസനത്തിൽ വാസിക്കുമ്പോൾ, യെശയ്യാ 54:17 വായിക്കുമ്പോൾ, ഉനക്ക് വിരോധമായി എളുമ്പുകിற എന്ത് ആയുധവും വായിക്കാമൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. വേർപെട്ട് ജീവിക്കുമ്പോൾ, അതുകൊണ്ട് വേർപെട്ട് ജീവിക്കുമ്പോൾ ഒരു സിംഹിയെ പോലെ കാണപ്പെടുവാൻ, നീ ഒരു സിംഹിയെ പോലെ കാണപ്പെടും. കാട്ടാമൃഗത്തെ പോലെ ബലനുള്ളവനാക കാണപ്പെടുവാൻ, കാട്ടുപോത്തിന് തുല്യമായ ബലം നിനക്കുണ്ടാകും. നീ ബാലസിംഹത്തെ പോലെ കാണപ്പെടുവാൻ, ബാലസിംഹം പോലെ നീ ആയിരിക്കും. വേർപാട് ജീവിതത്തെ മുഖ്യപ്പെടുത്തുങ്ങൾ. അതുകൊണ്ട് വേർപാട് ജീവിതത്തിന് പ്രാധാന്യം നൽകാം. ദേവൻ சொல்கிறான், നീ വേർപെട്ട് ജീവിக்கிறபடியினால், നീ വേർപാട് ജീവിതം നയിക്കുന്നത് കൊണ്ട് ഞാൻ ഉനക്ക് പിതാവാകും, ഞാൻ നിങ്ങൾക്ക് പിതാവും, നീ എനക്ക് കുമാരരും കുമാരത്തികളുമായിരിപ്പീர்கள், നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കുമാരരും കുമാരത്തികളും താൻ മതിലുകൾക്കുള്ള കാണപ്പെടുகிறதான കുമാരരും കുമാരത്തികളും പുതിയ യെരുശലേം. ആ പുത്രന്മാരും പുത്രിമാരുമാണ് മതിലകങ്ങളിൽ കാണപ്പെടുന്നതായ പുതിയ യെരുശലേമാകുന്ന പുത്രിപുത്രന്മാർ. ആ പുതിയ യെരുശലേമിനേക്കാൾ இந்த സിയോൻ പ്രതിഷ്ഠയിൽ വന്നവർക്ക്, ഈ സിയോന്റെ പ്രതിഷ്ഠയിൽ വന്നവർക്ക്, പ്രതിഷ്ഠയിൽ വന്നവർക്ക്, അങ്ങനെയുള്ളതായ ഷണ്ണത്ത് പ്രതിഷ്ഠയിൽ വന്നവർക്ക്, പൂർണ്ണമാക്കപ്പെട്ടവർക്ക്, സിയോന്റെ പരിപൂർണത പ്രാപിച്ചവർക്ക്, മേന്മயான ഇടത്തെയും വിശേഷതയേറിയ നാമത്തെയും, സിയോൻ മേന്മயான ഇടം, സിയോൻ എന്നതാ വിശേഷതയേറിയ ഒരു സ്ഥാനം, എന്നും അഴിയാത്ത നിത്യ നാമത്തെയും, ശാശ്വതമായ ഒരു കീർത്തിയും നാമവും, കീർത്തിയെയും കൊടുപ്പേ, കീർത്തിയും ஞாபகവും നൽകും. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഊഴിയം ചെയ്വതൊരു നഷ്ടமான കാര്യമല്ല, ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ഛേദമായ കാര്യമല്ല. പ്രതിഷ്ഠയിൽ ചെയ്തു പാരുങ്ക, നിങ്ങൾ ആ പ്രതിഷ്ഠ ചെയ്ത് നോക്കുവിൻ. പരലോക രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ കുമാരർ കുമാരത്തികൾ ഇടത്തെ പാർക്കിലും, അതാവത് പുതിയ യെരുശലേമെ പാർക്കിലും, പുത്രന്മാർ പുത്രിമാരെക്കാൾ അഥവാ പുതിയ യെരുശലേമിനേക്കാൾ ഇടത്തെ തരുവാർ, വിശേഷത
വിശുദ്ധേറിയ സ്ഥാനം നൽകും. അതുதான் സിയോൻ. അതാണ് സിയോൻ. സിയോന്റെ വിശേഷം എന്താണ് സിയോന്റെ പ്രത്യേകത? 132 സംഗീതം 13-14 വസനങ്ങൾ വാസിക്കുമ്പോൾ 132 സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ ലോക സിയോനിൽ ദേവൻ വാസമായിരിക്கிறார். ആ സ്വർഗ്ഗ സിയോനിലാണ് ദൈവം വസിക്കുന്നത്. സിയോനെ ഞാൻ വിരുമ്പി, ഞാൻ സിയോനെ ഇച്ഛിച്ചു. அதை நான் என்னோட வாசஸ்தலமாக விரும்பினேன். അതിനെ എന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു. நான் என்றென்றைக்கும் வாசம் பண்ணுவேன். അവിടെ ഞാൻ എന്നേക്കും വസിക്കും. இந்த സിയോനുக்கு വിരോധமாக ഒരുവനും എഴുമ്പ முடியாது. ആർക്കും ഈ സിയോന് വിരോധമായി നിൽക്കാനാവില്ല. അടുത്ത സിയോന്റെ വിശേഷം സിയോന്റെ അടുത്ത പ്രത്യേകത 84 സംഗീതം 7 വസനത്തെ വാസിക്കുമ്പോൾ 84 സങ്കീർത്തനം 7 വാക്യം, അവർ ബലത്തിന്മേൽ ബലനടൈந்து അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. സിയോനിൽ ദേവനുടെ സന്നിധിയിൽ വന്ന് ചേർന്നാർ. സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അത് ദേവനുടെ സന്നിധി, അത് ദൈവസന്നിധിയാണ്. ദേവൻ തങ്കുമിടം, ദൈവം പാർക്കുന്ന ഇടം, ദേവനുടെ സന്നിധി, അത് ദൈവസന്നിധാനം. അത് മറ്റുമല്ല, മാത്രവുമല്ല, സിയോനെ മഹാരാജാവിൻ നഗരം. ആ സിയോനാണ് മഹാരാജാവിന്റെ നഗരം. 48 സംഗീതം 2 വസനത്തിൽ വാസിக்கிறோം. 48 സങ്കീർത്തനം 2 വാക്യത്തിൽ വായിക്കും, அந்த സിയോനിൽ നിന്ന് ദേവൻ പ്രകാശിக்கிறார். ആ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. 50 സംഗീതം 2 വസനം, 50 സങ്കീർത്തനം 2 വാക്യം. സിയോനുடைய അനേക ആശീർവാദങ്ങളെ നാം ചൊല്ലിക്കൊണ്ടു പോകലാം. സിയോന്റെ അനേക സവിശേഷ അനുഗ്രഹങ്ങളെ ഇങ്ങനെ വിവരിച്ചു പോകാം. സിയോൻ മെന്മயான ഇടം, സിയോൻ അതിവിശിഷ്ടമായ ഒരു സ്ഥാനം, ഇടം, തേജോസമ്പൂർണമായ ഒരു സ്ഥാനം, ഇടം, നാശമില്ലാത്ത ദേവൻ വിരുമ്പുകിற ഇടം, ദൈവം ഇച്ഛിക്കുന്ന ഇടം, ദേവൻ വാസമായിരിക്കും ഇടം, ദൈവം വസിക്കുന്ന ഇടം. அந்த സിയോനെ വിരുമ്പുவோமாக. ആ സിയോനെ നമുക്കും ഇഷ്ടപ്പെടാം. സിയോനെ നീ തള്ളാതെ, സിയോനെ തിരസ്കരിക്കരുത്. സിയോനെ വിരുമ്പുങ്ങൾ, സിയോനെ സ്നേഹിപ്പി. സിയോനിൽ വന്ന് ചേരുங்கள், സിയോനിൽ വന്നെത്തുവിൻ. അന്നക പ്രതിഷ്ഠയിൽ വന്ന് ചേരുங்கள், ക്ഷണത്ത പ്രതിഷ്ഠയിൽ വരുവിൻ. പാസ്റ്റർ ബാബുവെ പോലൊരു ജീവിതം ചെയ്യുவோமாக. പാസ്റ്റർ ബാബു നയിച്ചതുപോലെ ഒരു ജീവിതം നയിക്കാം. പരിശുദ്ധവാന്കൾ ജീവിത്താர்கள், വിശുദ്ധന്മാർ ജീവിച്ചു. இந்த പരിശുദ്ധവാനും ജീവിത്താർ, ഈ വിശുദ്ധനും അങ്ങനെ ജീവിച്ചു. അന്നക പ്രതിഷ്ഠയിൽ ജീവിത്താർ, ക്ഷണത്ത പ്രതിഷ്ഠയിൽ ജീവിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അയാൾ പ്രതിഷ്ഠയെ നീ പാതുകാക്ക വേണ്ടിയത് അവശ്യം. ആ പ്രതിഷ്ഠയെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം. ഇനി അടുത്ത നാം എന്നെ വാസിக்கிறோம். അടുത്തതായി എന്ത് കാണുന്നു? ഇത് ഉപ്രവാഗതലിൻ ഊഴിയം. ഇതാ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. ബാബു ഉപ്രവാഗതലിൻ ഊഴിയത്തിൽ കാണപ്പെട്ട പാസ്റ്റർ ബാബു നിരപ്പിന്റെ ശുശ്രൂഷയിൽ കാണപ്പെട്ടു. 2 കൊരിന്ത്യർ 5 18 വസനത്തിൽ വാസിக்கிறோம். 2 കൊരിന്ത്യർ 5:18 വായിക്കുന്നു, ഉപ്രവാഗതലിൻ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. ഇത് പിരിവിനെയും ഊഴിയമല്ല, ഇതാ ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇത് മറ്റു പാപത്തിന് ഊഴിയമല്ല, പാപത്തിന്റെ ശുശ്രൂഷയല്ല. ഇത് ഉപ്രവാഗതലിൻ ഊഴിയം, ഇതാ നിരപ്പിക്കുന്ന ശുശ്രൂഷ. എല്ലാവരോടും സമാധാനമായിരിക്കും ഊഴിയം, എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന ശുശ്രൂഷ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എത്രയോ പേർ ഊഴിയം ചെയ്ത് ചെയ്ത് പിരിந்து പോകുகிறார்கள். എത്രയോ പേർ ശുശ്രൂഷ ചെയ്തിട്ട് ഭിന്നിച്ചു പോകുന്നു. ഇത് പിരിക്കുന്ന ഊഴിയമല്ല, ഇതാ ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, ഉപ്രവാഗതലിൻ ഊഴിയം, ഇതാ നിരപ്പിന്റെ ശുശ്രൂഷ. നാം ഒന്നാക്കപ്പെടുവോமாக, ആകയാൽ ഒന്നായി തീരാം. ദേവനുക്കാக ജീവിപ്പോமாக, കർത്താവിനായിട്ട് ജീവിക്കാം. ഒന്നാക്കപ്പെടുമ്പോൾ, അങ്ങനെ നമ്മൾ ഒന്നാക്കപ്പെടുമ്പോൾ, ഉപ്രവാക്കപ്പെടുമ്പോൾ, നിരപ്പിക്കപ്പെടുമ്പോൾ, യേശുവിൻ രക്തത്തിനാലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദേവനുന്നെ ഉപ്രവാക്കിനാർ. കർത്താവ് നിന്നെ തന്നോട് നിരപ്പിച്ചു. ദൂരമായിരുന്ന ഒന്നെ, ദൂരസ്ഥരായിരുന്ന നിങ്ങൾ രക്തത്തിനാൽ സമീപமாக മാറ്റിനാർ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. രക്തത്തിനാൽ നീ ഉപ്രവാനായി, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നിരപ്പിക്കപ്പെട്ടു. രക്തത്തിനാൽ നീ ദൈവിക സമാധാനത്തെ പെറ്റുകൊണ്ട്, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നീ ദൈവിക സമാധാനം പ്രാപിച്ചു. ദൈവിക സമാധാനത്തെ പെറ്റവர்கள், ആ ദൈവിക സമാധാനം ലഭിച്ചവർ റോമർ 12 17 വസനത്തിൽ വാസിക്കുന്നത് പോലെ, റോമാലേഖനം 12:17 വായിക്കുന്നത് പോലെ, ഉങ്ങളാൽ ആനമട്ടം യാവരോടും സമാധാനമായിരുങ്ങൾ, നിങ്ങളാൽ ആവുന്നിടത്തോളം എല്ലാവരോടും സമാധാനമായി. കസപ്പിൽ ഇരിപ്പതല്ല, കൈപ്പൊടിരിക്കുകയില്ല. മനവി പുരുഷൻ കസപ്പിൽ ഇരിപ്പതല്ല, ഭർത്താവും ഭാര്യയും മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുകയില്ല. സമാധാനത്തിൽ കാണപ്പെടുങ്ങൾ, സമാധാനത്തിൽ ജീവിക്കുവിൻ. അതുതാണ് இந்த ஊழியம், അതാണ് ഈ ശുശ്രൂഷ. സമാധാനത്തിൽ കാണപ്പെട്ടാൽ, സമാധാനത്തിൽ കാണപ്പെട്ടാൽ, அந்த ரோமர் 12 കടസി വസനത്തിൽ വാസിക്കുന്നത് പോലെ, റോമാലേഖനം 12 ഒടുവിലത്തെ വാക്യം പറയുന്നത്, ശത്രു പസിയായിരുന്നാൽ അവനക്ക് ഭോജനം കൊട്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക. ഉന്റെ ശത്രു ദാഹമായിരുന്നാൽ പാനം കൊട്, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഈ വിധமாக തീന്മയെ നീ നന്മയിനാൽ വെല്ല വേണ്ട, നന്മയാൽ തിന്മയെ ജയിക്കുക. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് തീന്മയ്ക്ക് തീന്മ ചെയ്വതല്ല, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തീന്മയെ നന്മയിനാൽ വെല്ല്, നന്മയാൽ തിന്മയെ ജയിക്കൂ.
தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ ஆசீர்வாதம் பெற வேண்டுமானால் നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ 1 പേതുരു 3:9 1 പത്രോസ് 3:9 പ്രകാരം நீ தீன்மைக்கு தீன்மையை செய்யாமல் ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാം, யாவரையும் ஆசீர்வதிக்க வேண்டும். എല്ലാവരെയും അനുഗ്രഹിപ്പീൻ. இயேசு கிறிஸ்து கடைசி நாட்களில் യേശുവിന്റെ അന്ത്യനാളുകളിൽ கரங்களை விரித்து കരം വിരിച്ച് யாவரையும் ஆசீர்வதித்து എല്ലാവരെയും അനുഗ്രഹിച്ച് பரலோகத்துக்கு எடுத்துக்கொள்ளப்பட்டார். താൻ സ്വർഗാരോഹണം ചെയ്തു. ലൂക്കാ 24:52 ലൂക്കോസ് 24:52 அதுதான் இயேசுவின் கடைசி ஊழியம். അതാണ് യേശു ചെയ്ത ഒടുവിലത്തെ ശുശ്രൂഷ. அவர் ഒലിവ് മലയ്ക്ക് പേതുരു യോവാൻ യാക്കോബെ കൂട്ടിക്കൊണ്ടു പോനാർ. താൻ തന്റെ ശിഷ്യന്മാരെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. തന്നാർ പരിശുദ്ധാവിയെ പെറ്റുകൊൾ. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. അതുക്കാக இந்த இடத்திலே உட்காருங்கள். അതിന് നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുത്. தேவனை துதியுங்கள். ദൈവത്തെ എപ്പോഴും സ്തുതിപ്പീൻ. அப்படி துதித்த பிறகு അങ്ങനെ സ്തുതിച്ചിട്ട് ബഥാനിയ ஊருக்கு പോനാർ. അവർ ബഥാനിയയിലേക്ക് പോയി. அந்த இடத்தில் இயேசு என்ன செய்தார்? അവിടെ യേശു എന്ത് ചെയ്തു? കരങ്ങളെ വാനത്തേക്ക് നേരാக വിരിത്താർ. കൈകൾ സ്വർഗ്ഗത്തിലേക്ക് വിരിച്ചു. പേതുരു യോവാൻ യാക്കോബെ ആശീർവദിച്ചത് മാത്രമല്ല, പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ അനുഗ്രഹിച്ചത് മാത്രമല്ല, പീലാത്തോസെയും ആശീർവദിത്താർ. പീലാത്തോസിനെയും അനുഗ്രഹിച്ചു. പീലാത്തോ ഞാൻ ഉനക്ക് ശത്രുവല്ല, പീലാത്തോസേ നീ എന്റെ ശത്രുവല്ല. அந்த നൂற்றுക്ക് അധിപതിയെയും ആശീർവദിത്താർ. ശതാധിപനെയും അനുഗ്രഹിച്ചു. ഈട്ടിയിനാൽ യേശുവിന്റെ വിലാവിൽ കുത്തിനവനെയും ആശീർവദിത്താർ. കുന്തം കൊണ്ട് കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയവനെയും അനുഗ്രഹിച്ചു. നിങ്ങൾ എനിക്ക് വിരോധமாக பேசினீர்கள், നിങ്ങൾ എനിക്ക് വിരോധമായി സംസാരിച്ചു, எனக்கு விரோதமாக எத்தனையோ கொடுமை செய்தீர்கள், എനിക്ക് എത്രയോ ക്രൂരതകൾ ചെയ്തു. ஆனா நான் பிதாவினுடைய சமூகத்துக்கு போகிறேன். ഞാനോ പിതാവിന്റെ സന്നിധാനത്തിൽ പോകുന്നു. ഞാൻ எப்படி போகிறேன்? ഞാൻ എങ്ങനെയാണ് പോകുന്നത്? ദൈവിക സമാധാനത്തിൽ പോകുகிறேன். ദൈവിക സമാധാനത്തോടെ പോകുന്നു. നിങ്ങളെ ആശീർവദിത്ത് 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 പോകുகிறேன். നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഞാൻ പോകുന്നു. ദേവജനമേ ഉങ്ങൾ പിള്ളകളെ ആശീർവദിയുங்கள். ദൈവജനമേ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിപ്പീൻ. ഇன்றைக்கு ചില പെற்றോர்கள் என்ன செய்கிறார்கள்? ചില മാതാപിതാക്കൾ ഇന്ന് ചില ചെയ്യുന്നത്, പിള്ളകൾ പഠിக்கிறதுக்கு മണ്ടന്മാർ താൻ. ചിലപ്പോൾ കുട്ടികൾ പഠിക്കാൻ അത്ര കഴിയില്ലാത്തവരാകാം. മണ്ടൻ 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 എന്ന് சொல்லாதே. നീ അവനെ മണ്ടനെന്നും വിഡ്ഢിയെന്നും വിളിക്കരുത്. നീ എന്നെ ചെയ്യ വേണ്ടോ? നീ ചെയ്യേണ്ടത്, നീ നന്നാக പഠിപ്പാய், നീ നന്നായി പഠിക്കും, അവനെ ആശീർവദിയുங்கள். അവനെ അനുഗ്രഹിപ്പീൻ. ഉங்கள் പിള്ളകളെ ആശീർവദിയുங்கள். മക്കളെ അനുഗ്രഹിപ്പീൻ. ഉங்கள் പിള്ളകളെ ആശീർവദിയുங்கள். നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. മനവിയെ ആശീർവദിയുங்கள். ഭാര്യയെ അനുഗ്രഹിക്കുവിൻ. ഉங்கள் പുരുഷരെ ആശീർവദിയുங்கள். ഭർത്താവിനെ അനുഗ്രഹിക്കുവിൻ. അക്കപക്കത്താരെ ആശീർവദിയുங்கள். അയൽക്കാരെ അനുഗ്രഹിപ്പീൻ. ഇതാ യേശുവിൻ ഊഴിയം. ഇതാണ് യേശുവിന്റെ ശുശ്രൂഷ. എല്ലാവരെയും ആശീർവദിത്താർ എന്ന് സാക്ഷിയിൽ കേട്ടു. സാക്ഷിയിൽ കേട്ട് ഇദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിച്ചു. എല്ലാവരെയും ആശീർവദിത്ത് ഏതാവത് ഒന്ന് കൊടുപ്പാർ. എല്ലാവരെയും അനുഗ്രഹിച്ച് എന്തെങ്കിലും ആരോടും കസപ്പില്ല, ആരോടും കയ്പില്ല, ആരോടും വിരോധമില്ല, ആരോടും പിണക്കമില്ല, ആരോടും സമാധാന കേട്ടിൽ പേസാമൽ ഇരിക്കവില്ല, ആരോടെങ്കിലും സമാധാനമില്ലാത്തവനെ പോലെ മിണ്ടാതിരുന്നിട്ടില്ല. என்னுடைய வார்த்தையை கேட்கிற நீங்கள் யாவரும் எந்த நிலவரத்தில் காணப்படுகிறீர்கள்? എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ നിലവാരം എന്ത്? ദേവജനമേ ആശീർവദിയുങ്ങൾ. ദൈവജനമേ അനുഗ്രഹിപ്പീൻ. அப்போது நீ ஆசீர்வாதத்தை பெற்றுக்கொள்ளலாம். അപ്പോൾ നീയും അനുഗ്രഹം അനുഭവിക്കും. അടുത്തപടിயாக അടുത്തതായി നാം என்ன വാസിக்கிறோம்? വായിക്കുന്നത് എന്ത്? അവർ ജീവനെ പാന ബലിയാക ഊറ്റിനാർ. താൻ തന്റെ ജീവനെ പാനീയയാഗമായി ഒഴുക്കി. അവർ ദേവന് പാടുപെട്ട് ജീവിത്താർ. കർത്താവിന് വേണ്ടി താൻ കഷ്ടം സഹിച്ച് ജീവിച്ചു. അപ്പോസ്തല നടപടികൾ 14:22 വാസിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 14:22 വായിക്കുമ്പോൾ, വിശ്വാസത്തിൽ നിലത്തിരിക്കവും നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക ഉപദ്രവങ്ങൾ വഴിയാക ദേവരാജ്യത്തിൽ വര വേണ്ടും എന്ന് ശിഷ്യർക്ക് ചൊല്ലി ബുദ്ധി சொன்னார். അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ മനസ്സുറപ്പിച്ച് പ്രബോധിപ്പിച്ചു. നാം പാടുപെട വേണ്ടും, നാം കഷ്ടം സഹിക്കണം. യേശുവുക്കാக പാടുപെട വേണ്ടും, യേശുവിനായി കഷ്ടതകൾ ഏൽക്കണം. യേശുവുക്കാக നാം കഷ്ടം സഹിക്ക വേണ്ടും. യേശുവിനായി നമ്മൾ പാടുപെടണം. നമ്മുടെ ആവിയിൽ കഷ്ടങ്ങൾ, നമ്മുടെ ആത്മാവിൽ കഷ്ടം, ആത്മാവിൽ സ്വഭാവ പകുതിയിൽ കഷ്ടങ്ങൾ, നമ്മുടെ സ്വഭാവത്തിൽ ദേഹിയിൽ, നമ്മുടെ ശരീരത്തിലും കഷ്ടങ്ങൾ. നമ്മുടെ ശരീരം കൊണ്ടും കഷ്ടപ്പെടുന്നത് ദേവസിത്തം, കഷ്ടം അനുഭവിക്കുന്നത് ദൈവഹിതം. പാനബലിയാക ഞാൻ വാർക്കപ്പെട്ടു പോകുകേൻ എന്ന് പരിശുദ്ധ പൗൽ சொன்னார். അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി വാർത്ത വിട്ടാർ. താനും ഒരു പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എതുക്കാക നാം പാടുപെടുகிறோം? നാം എന്തുകൊണ്ട് കഷ്ടങ്ങൾ സഹിക്കുന്നു? യേശു എതുക്കാക പാടുപെട്ടാർ? യേശു എന്തുകൊണ്ട് കഷ്ടം സഹിച്ചു? എബ്രായർ 2-ാം അധികാരം
അധികാരം 10-ാം വസനത്തെ വാസിക്കുമ്പോൾ എബ്രായ ലേഖനം 2:10 വായിച്ചാൽ അനേകം പിള്ളകളെ മഹിമയിൽ കൊണ്ടുവന്ന് ചേർക്കയിൽ അവരുടെ രക്ഷിപ്പിൻ അധിപതിയാനവർ ഉപദ്രവങ്ങളിനാല് പാടുപെടുവത് അവർക്ക് ഏറ്റതായിരുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പാടുകളിലൂടെ താൻ പൂർണ്ണം, കഷ്ടതയിൽ കൂടെയാണ് പൂർണ്ണത. യേശുവുക്കാக നാം പാടുപെടുவோமாக. ആകയാൽ യേശുവിനായി കഷ്ടങ്ങൾ സഹിക്കാം. പാടുപെടുவோமாக. സത്യത്തിനായി കഷ്ടം സഹിക്കാം. ദൈവിക സുഖത്തുക്കാக പാടുപെടുങ്ക. ദൈവിക സൗഖ്യത്തിനായി കഷ്ടം സഹിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇതെല്ലാം മഹിമயான കാര്യങ്ങൾ, ഇതെല്ലാം മഹത്വമേറിയ കാര്യങ്ങൾ. മഹത്വമേറിയ കാര്യങ്ങൾ. ആനപടിയാൽ പാസ്റ്റർ ബാബു പാടുപെട്ടതുപോലെ, പാസ്റ്റർ ബാബു കഷ്ടം സഹിച്ചതുപോലെ, യേശു ക്രിസ്തു പാടുപെട്ടതുപോലെ, യേശു കഷ്ടം സഹിച്ചതുപോലെ, പരിശുദ്ധവാന്കൾ പാടുപെട്ടതുപോലെ, വിശുദ്ധന്മാർ കഷ്ടം സഹിച്ചതുപോലെ നാമും പാടുകളെ സഹിപ്പോം. നമുക്കും കഷ്ടങ്ങൾ സഹിക്കാം. കടസിയാക എന്ന ഒടുവിലായിട്ട് അവർ ദേവസിത്തം ചെയ്താർ. താൻ ദൈവഹിതം ചെയ്തു. പാസ്റ്റർ ദേവസിത്തം ചെയ്താർ. പാസ്റ്റർ ദൈവ ഇഷ്ടം ചെയ്തു. യേശു ക്രിസ്തുവും ദേവസിത്തം ചെയ്താർ. യേശു ക്രിസ്തുവും ദൈവ ഇഷ്ടം ചെയ്തു. യോവാൻ 5-ാം അധികാരം 19-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ യോഹന്നാൻ 5:19 വായിക്കുന്നത് പോലെ, പിതാവാനവർ ചെയ്கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അണ്ടി താമാകെ ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ പാടുപെട്ട് ജീവിത്താർ. താൻ കഷ്ടം സഹിച്ച് ജീവിച്ചു. ദേവസിത്തം ചെയ്ത് ദൈവ ജീവിത്താർ. ഇഷ്ടം ചെയ്ത് ജീവിച്ചു. യേശു വന്ന് ദേവാദി ദേവനും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും താൻ. നമ്മുടെ കർത്താവായ ശവൻ ദൈവാദി ദൈവം അഥവാ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും. സർവ്വവ്യാപി, താൻ സർവവ്യാപി, സർവവല്ലമയുള്ള ദേവൻ, സർവശക്തനായ ദൈവം. അവർ പിതാവെ പോലെയുള്ള ദൈവം. താൻ പിതാവിനോട് സമനായ ദൈവം. ആനാലും കൂടെ എങ്കിൽ പോലും പിതാവിന്റെ ചിത്തം ചെയ്യുമ്പടിയാക ഭൂമിക്ക് വന്നപ്പോത്, പിതാവിന്റെ തിരുഹിതം ചെയ്യുവാനായി ഭൂമിയിൽ വന്നപ്പോൾ ഒരു ശരീരത്തെയും ദേവൻ ഏർപ്പെടുത്തിന. പിതാവ് തനിക്കൊരു ശരീരം നൽകി. എബ്രായർ 10-ാം അധികാരം 6, 7, 8 വസനങ്ങൾ വാസിക്കുമ്പോൾ, എബ്രായ ലേഖനം 10:6-7 വാക്യങ്ങളിൽ, പിതാവേ ഇതോ ഉമത് ചിത്തം ചെയ്യ വരുகிறേ. പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഒരു ശരീരത്തെ ആയുത്തം പണിനി. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ശരീരമില്ലാവിട്ടാൽ എപ്പടി ദേവസിത്തം ചെയ്യ മുടിയും. ദൈവ ഇഷ്ടം ചെയ്യാൻ ശരീരമില്ലാതെ എങ്ങനെ സാധിക്കും? ശരീരത്തിൽ വെളിപ്പെട്ട ദേവാദി ദേവനെ നമ്മത് ദേവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവാദി ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവരെ മെയ്யான ദേവനും നിത്യ ജീവനും. താൻ സത്യദൈവവും നിത്യജീവനും. അവരെല്ലാമൽ വേറെ ദൈവമില്ല. താൻ ഒഴികെ മറ്റൊരു ദൈവമില്ല. ഭൂമി എല്ലെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുங்கள். സകല ഭൂസീമാവാസികളുമേ എങ്കിലേക്ക് തിരിയുവിൻ. അപ്പോഴത് നിങ്ങൾ രക്ഷിക്കപ്പെടുവീர்கள். അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാനേ ദൈവം വേറെ ഒരുവനുമില്ല. ഞാൻ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ലല്ലോ. യെശയ്യാ 45:22 വാസിக்கிறோം. അത് നമ്മൾ യെശയ്യാവ് 45:22 ഒരു ദൈവം യേശു ക്രിസ്തു മറ്റുംതാൻ. ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അവരെ മെയ്யான ദേവനും നിത്യജീവനും എന്റെ 1 യോവാൻ 5:20 വാസിக்கிறோം. 1 യോഹന്നാൻ 5:20 വായിക്കുന്നു, താൻ സത്യദൈവവും നിത്യജീവനും. அந்த தேவனை நாம் பின்பற்றுகிறோம். ഈ ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നു. യേശു പൂർണ്ണ മനുഷ്യനാക ഭൂമിയിൽ വന്നപ്പോൾ, ആ യേശു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ശരീരത്തോടെ വന്നാൽ, താൻ ഒരു ശരീരത്തോട് കൂടെ വന്നു. ദേവസിത്തം ചെയ്യുമ്പടിയാക, എന്തിനാ? ദൈവ ഇഷ്ടം ചെയ്യുവാൻ. ദേവൻ എനക്കും നിങ്ങൾക്ക് ഒരു ശരീരത്തെ തന്നിരിக்கிறார். എനിക്ക് നിങ്ങൾക്ക് ദൈവം ഒരു ശരീരം തന്നിട്ടുണ്ട്. இந்த കൈ, എന്തിനാണ് ഈ കൈ? എതുക്കാക இந்த ശരീരം, ഈ ശരീരമൊക്കെ എന്തിനാ? இந்த കാൽ, ഈ കാലുകൾ എന്തിനാ? എതുക്കാക അവയവങ്ങൾ, എന്തിനാണ് ഈ ശരീരത്തിലെ അവയവങ്ങൾ? പാപം ചെയ്വതല്ല, പാപം ചെയ്യാനേ അല്ല, ദ്രോഹം ചെയ്വതല്ല, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനല്ല. വാർത്തകളും ഹൃദയത്തിൻ ധ്യാനവും ഉമ്മത് സമൂഹത്തിൽ പ്രീതിയായിരിപ്പதாக എന്ന് നാം വാസിக்கிறோം. എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകട്ടെ എന്ന് വായിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കൈയാലെ ദ്രോഹം ചെയ്യാതെ, കൈകൾ കൊണ്ട് പാതകം ചെയ്യരുത്. കാലാലെ ദ്രോഹം ചെയ്യാതെ, കാലുകൾ കൊണ്ട് പാതകം ചെയ്യരുത്. വായാലെ ദ്രോഹം ചെയ്യാതെ, വായ് കൊണ്ട് ദ്രോഹം ചെയ്യരുത്. அந்த ശരീരത്തെ കൊണ്ട്, ഈ ശരീരം കൊണ്ട് ദേവസിത്തം ചെയ്യുங்கள். ദൈവ ഇഷ്ടം ചെയ്യുവിൻ. യേശു ക്രിസ്തു ദേവസിത്തം ചെയ്താർ. യേശു ക്രിസ്തു ദൈവ ഇഷ്ടം ചെയ്തു. പിതാവാനവർ செய்கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അണ്ടി താമാക ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. அந்த
அந்த தேவ சித்தம் செய்தபடியினால் ആ ദൈവ ഇഷ്ടം ചെയ്തത് കൊണ്ട് யோவான் 8-ാം അധികാരം 29-ാം വചനത്തിൻപടി യോഹന്നാൻ 8:29 പ്രകാരം ഞാൻ അവരുടെ സിത്തം എപ്പോഴും செய்கிறபடியினால் ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് തനിമയായിരിക്ക വിടവില്ല. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ തനിമയല്ല, ഞാൻ ഏകനല്ല. എന്റെ ദേവൻ എന്നോട് ഇരിക്கிறார். ദൈവം എന്നോടുകൂടെയുണ്ട്. കാരണം ഞാൻ അവരുടെ സിത്തം ചെയ്യുகிறேன். ഞാൻ അതുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നു. ദേവജനമേ, പ്രിയ ദൈവജനങ്ങൾ, നിങ്ങൾ ദേവ സിത്തം ചെയ്വീர்களானால் നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്താൽ ദേവൻ ഒരുപോതും നിന്നെ കൈവിട മാട്ടാർ. ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല. ദേവൻ നിന്നെ വിട്ട് വിലക മാട്ടാർ. ദൈവം നിന്നെ ഒരു നാളും വിട്ടകലുകയില്ല. അറുവറുപ്പാന കാര്യങ്ങൾ, പാപமான കാര്യങ്ങൾ, ഉലകமான കാര്യങ്ങൾ, മാംസിക ഇച്ഛകൾ ചെയ്താൽ, എന്നാൽ ജഡികമായ ലൗകികമായ മ്ലേച്ഛമായ പാപമായ കാര്യങ്ങൾ നീ ചെയ്താലോ ദേവൻ നിന്നെ കൈവിടുവാർ. കർത്താവ് നിന്നെ കൈവടിയും. പാസ്റ്റർ ബാബുവെ ദേവൻ കൈവിടവില്ല. പാസ്റ്റർ ബാബുവിനെ ദൈവം കൈവടിഞ്ഞില്ല. 2-3 വർഷങ്ങളായി പലവിധமான വ്യാധിയിൽ അവർ കാണപ്പെട്ടാർ. ശരീരത്തിൽ പല രോഗങ്ങൾ തനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. அந்த വ്യാധിയിലും അവർ മുറുമുറുക്കവില്ല. ആ രോഗത്തിലും താൻ മുറുമുറുക്കില്ല. വ്യാധിയിലും യേശുവെ അവർ വിട്ടു വിലകവില്ല. ആ രോഗത്തിലും കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. ചെറുവയതിൽ ഞാൻ ഉമ്മത് വീട്ടിൽ വന്ന്, കർത്താവിന്റെ ബാല്യപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നല്ലോ. എനിക്ക് ഇപ്പിടിപ്പെട്ട കഷ്ടം, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടങ്ങൾ? എന്റെ കാലിലെ പുണ്ണ്, എന്തുകൊണ്ടാണ് ഈ കാലിലെ വ്രണം, കാലിലെ കട്ടി, കാലിലെയും പരു എന്റെ അവർ കേൾക്കവില്ല എന്നൊന്നും ചോദിച്ചില്ല. ചെയ്கிறது കുമാരൻ കാണുന്നത് എതുവോ, പിതാവ് ചെയ്തതായി പുത്രൻ കാണുന്ന കാര്യങ്ങൾ അതുവേ പാസ്റ്റർ ബാബു ചെയ്താർ. പാസ്റ്റർ ബാബുവും അത് ചെയ്തു. നാനും നീങ്ങളും ചെയ്യ വേണ്ടും. ഞാനും നിങ്ങളും അത് തന്നെ ചെയ്യണം. அப்படி செய்ய வாஞ்சிக்கிறவர்கள் கரங்களை உயர்த்தி ஒரு அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. கடைசியாக ഒടുവിലായി നാം என்ன വാസിக்கிறோம்? എന്ത് വായിക്കുന്നു? മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം ചെയ്ത, മൽക്കീസേദക്കിന്റെ ക്രമത്തിൽ ഒരു ശുശ്രൂഷ ചെയ്തു. അതുதான் 7ാമത് കാര്യം. അതാണ് 7ാമത്തേത്. മെൽക്കിസദേക്കിൻ മുറമയിൻപടി, മൽക്കീസേദക്കിന്റെ ക്രമത്തിൽ. എതുക്കാக മെൽക്കിസദേക്കിൻ മുറമയിൻപടി இந்த ஊழியம்? എന്തിനാണ് ഈ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള ഈ ശുശ്രൂഷ? അതുதான் പൂർണ്ണത്തിൻ ഊഴിയം. അത് തികവിന്റെ ശുശ്രൂഷ. ആരോനിൻ മുറമയിൻപടിയുള്ള പഴയ ഏർപ്പാട്ട് ഊഴിയത്തിനാൽ, പഴയ നിയമത്തിലുള്ള അഹരോന്യ ക്രമത്തിലെ ശുശ്രൂഷയാൽ ഒരുവരും പൂർണ്ണപ്പെടവില്ല എന്ന് എബ്രായർ 7-ാം അധികാരത്തിൽ വാസിக்கிறோம். ആരും പൂർണ്ണത പ്രാപിച്ചിരുന്ന എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ പഴയ ഏർപ്പാട്ട് ഊഴിയത്തിനാൽ ഒരുവനുക്കും പൂർണ്ണം ഉണ്ടാകവില്ല. പഴയ നിയമ ശുശ്രൂഷയാൽ ആരും പൂർണ്ണത പ്രാപിച്ചില്ല. ஆனால் പുതിയ ഏർപ്പാട്ട് ഊഴിയത്തിൻ മൂലமாக, എന്നാൽ ഈ പുതിയ നിയമ ശുശ്രൂഷയാൽ, മെൽക്കിസദേക്കിൻ മുറമയിൻപടി അഥവാ മെൽക്കീസേദക്കിന്റെ ക്രമത്തിൽ ഊഴിയം ചെയ്താൽ, ശുശ്രൂഷ ചെയ്താൽ, നാം പൂർണ്ണ മനുഷ്യനാക, ജയാളിയാക, പൂർണ്ണ പരിശുദ്ധവാൻകളാക മാറ്റപ്പെടണം. നമുക്ക് തികഞ്ഞ മനുഷ്യരായിട്ട്, ജയാളികളായിട്ട്, തികഞ്ഞ വിശുദ്ധന്മാരായി. 110-ാം സംഗീതം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ, 110-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അതിന്റെ കടേശി പകുതിയിൽ എന്നെ വാസിക്കും? അവസാന ഭാഗത്ത്, വെടിയർ കാലത്തിൽ പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന യുവാക്കളായ മഞ്ഞ് നിനക്ക് ജനിക്കും. 4-ാം വചനത്തിൽ എന്നെ വാസിക്കും? 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതற்காக നീർ മെൽക്കിസദേക്കിൻ മുറമയിൻപടി ആസാര്യനാനീർ. അതിനായിട്ടാ നീ മെൽക്കീസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. അന്ത യൗവന ജനം പിറക്കുംപടിയാക, ആ യുവാക്കളായ മഞ്ഞ് ജനിക്കേണ്ടതിന് ആ യേശു ക്രിസ്തു മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഒരു ആസാര്യനാക മാറ്റപ്പെട്ട ക്രിസ്തു മെൽക്കീസേദക്കിന്റെ വിധത്തിൽ ഒരു പുരോഹിതനായി. ഇത് ഞാൻ ആണയിട്ടേൻ, ഇത് ഞാൻ സത്യം ചെയ്തു, ആണയിൽ ഞാൻ തവറ മാട്ടേൻ, ഞാൻ ഇത് ലംഘിക്കയില്ല. ആകയാൽ இந்த ஊழியத்தில் നാം ഐക്യപ്പെട്ട്, ഈ ശുശ്രൂഷയോട് ഏകീഭവിച്ച, മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിൽ ഐക്യപ്പെട്ട്, മെൽക്കീസേദക്കിന്റെ ശുശ്രൂഷയോടുകൂടെ ഐക്യപ്പെട്ട്, அந்த பரிசுத்தவான்களாலே கொடுக்கப்படுகிற ഉപദേശத்துக்கு கீழ்ப்படிந்து, ആ വിശുദ്ധന്മാർ നൽകുന്നതായ ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ട് നാം ജീവിക്ക വേണ്ടിയത് അഭിഷേകം, ജീവിക്കേണ്ടത് അനിവാര്യം. അതാ പരിശുദ്ധ യോവാൻ ചൊല്ലുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ അത് പറയുമ്പോൾ, 1 യോവാൻ 1-ാം അധികാരം 3-ാം വചനത്തിൻപടി, 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് അറിയിக்கிறோம். ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനോടുമായിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകുന്നു. നിങ്ങൾ ഞങ്ങളോട് ഐക്യമുള്ളവர்களாய் இருக்க வேண்டும். നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകണം. அப்போதுதான் நீ பூர்ணத்தை பெற்றுக்கொள்ள முடியும். എങ്കിൽ മാത്രമേ പൂർണ്ണത ലഭിക്കൂ. ஆகையால் அப்போஸ்தலிக ஐக்கியத்தில் ஐக்கியப்படுங்கள். അപ്പോസ്തലിക കൂട്ടായ്മയോട് ഒത്തുചേരുവിൻ. அப்போஸ்தலிக உபதேசத்தில் ஐக்கியப்படுங்கள். അപ്പോസ്തലിക ഉപദേശത്തിൽ ഐക്യപ്പെടുവിൻ. அப்போஸ்தலிக உபதேசமாகிய தெய்வீக சுகத்திலும் ஐக்கியப்படுங்கள். അപ്പോസ്തലിക ഉപദേശത്തിൽ ഒന്നായ ദൈവിക രോഗശാന്തിയിൽ ഐക്യപ്പെടുവിൻ. அப்போஸ்தலிக உபதேசமாக பூர்ண பரிசுத்தத்தில் ஐக்கியப்படுங்கள்.
അപ്പോസ്തലിക ഉപദേശമാകുന്ന പൂർണ്ണ വിശുദ്ധിയിൽ ഐക്യപ്പെടുവിൻ. அப்போது நான் பூர்ண மனுஷனாக ஜெயாளியாக மாற்றப்படலாம். പൂർണ്ണ മനുഷ്യനായി ജേതാവായി അങ്ങനെ മാറാൻ കഴിയും. இந்த ஊழியத்தினால் மட்டும்தான் அந்த பூர்ணத்தின் ஊழியம் நடைபெறும். ഈ ശുശ്രൂഷയാൽ മാത്രമേ ആ തികവിന്റെ ശുശ്രൂഷ നടക്കൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த 110 சங்கீதம் 4-3 வசனத்தை படித்து பாருங்கள். 110 സങ്കീർത്തനം 3 വാക്യം വായിച്ചു നോക്കൂ. விடியற் காலத்தில் பிறக்கும் பனிக்கு சமானமான யௌவன ஜனம் உமக்கு பிறக்கும். ഉഷസ്സിലെ മഞ്ഞിന് സമാനമായ യൗവന ജനം നിനക്ക് ജനിക്കും. அதற்காக நான் மெல்கிசதேக்கின் முறைமையின்படி என்றென்றைக்கும் உன்னை ஆசாரியனாக மாற்றினேன். അതിനായി നിന്നെ ഞാൻ മെൽക്കിസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനാക്കി. நான் ஆணையிட்டேன். ഞാൻ സത്യം ചെയ്തു. ஆணையில் நான் தவற மாட்டேன். ഞാൻ അത് ഒരിക്കലും ലംഘിക്കുകയില്ല. நான் சொன்னபடி செய்வேன். ഞാൻ അരുളി ചെയ്തതുപോലെ അനുഷ്ഠിക്കും. மகிமையான ஊழியம் தேவன் நமக்கு தந்தார். ദൈവം ഈ തേജസ്സിന്റെ ശുശ്രൂഷ തന്നല്ലോ. 102 வருடம். ഇതാ 102 ആണ്ടാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த ஊழியம் பூமியில் ஆரம்பித்த இப்பொழுது 102 வருடங்களாய் விட்டது. ഇവയെല്ലാം ഭൂമിയിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ 102 കൊല്ലമായി. எத்தனையோ பிரச்சனைகள் போராட்டங்கள் வந்தது. എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. சில பிரச்சனையின் மத்தியில் இந்த ஊழியம் அழிந்து விட்டது என்று பலரும் சொன்னார்கள். ചില പ്രതിസന്ധികളുടെ നടുവിൽ ശുശ്രൂഷ തകർന്ന് തരിപ്പണമായി എന്ന് പലരും പറഞ്ഞു. 62 ஆண்டிலே யுத்தத்தில் 62 ആണ്ടിലെ സംഘർഷത്തിൽ இந்த ஊழியம் முற்றிலும் அழிக்கப்பட்டது என்று பலரும் ഈ சொன்னார்கள். വേല നാമാവശേഷമാകുമെന്ന് പലരും പറഞ്ഞു. ஆனாலும் பரிசுத்தவான்களை தேவன் எழுப்பினார். എങ്കിലും ദൈവം തന്റെ വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ചു. தேவனுடைய இடவில் நின்றார்கள். അവർ ദൈവത്തിന്റെ മുമ്പിൽ ഇടിവിൽ നിന്നു. தேசத்தை அழிக்காதபடி, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, நிற்கவும், ഇടിവിൽ നിൽക്കേണ്ടതിന്, சுவரை அடைக்கவும் தக்கதாக മതിൽ കെട്ടേണ്ടതിനുമായി ஒரு மனுஷனை ஏற்படுத்தி ഒരു പുരുഷനെ അന്വേഷിച്ചു. ஒருவனையும் காண ആരെയും കണ്ടില്ല. நம்முடைய பரிசுத்தவான்கள் நின்றார்கள். പക്ഷേ നമ്മുടെ വിശുദ്ധന്മാർ ഇടിവിൽ നിന്നു. இடவில் நின்றார்கள். അവർ ഇടിവിൽ നിന്നു. சுவரை அடைத்தார்கள். മതിൽ കെട്ടി അടച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஜீவனை கொடுத்து போராடினார்கள். ജീവനെ അർപ്പിച്ചവർ പോരാടി. பிரச்சனையிலும் தேவன் நம்மை பாதுகாத்தார். സകല പ്രതിസന്ധികളിലും ദൈവം നമ്മെ സംരക്ഷിച്ചു. தேவன் பாதுகாத்தபடியினால் கரங்களை ஒருத்தர் அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് நீ മഹത്വം. சோர்ந்து போகாதே. നീ തളരേണ്ട. விதமான நிலவரத்தில் நீ காணப்படுவீரானா, ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തിൽ കാണപ്പെട്ടാൽ, முதலாவது நீ സിയോനിൽ பிறந்தால், ആദ്യം സിയോനിൽ ജനിച്ചാൽ, രണ്ടാമത് അന്നക പ്രതിഷ്ഠയിൽ കാണപ്പെട്ടാൽ, ഷണ്ണത്ത് പ്രതിഷ്ഠയിൽ വന്നാൽ, ഉപ്രവാകുതും ഊഴിയത്തിൽ കാണപ്പെട്ടാൽ, നിരപ്പിന്റെ ശുശ്രൂഷയിൽ കാണപ്പെട്ടാൽ, ജീവനെ ബലിയാക നീ വാർത്താൽ, ജീവനെ പാനീയാഗമായി ഒഴുക്കിയാൽ, ദൈവസിത്തം ചെയ്വീരാനാൽ, ദൈവ ഇഷ്ടം ചെയ്താൽ, മെൽക്കിസദേക്കിൻ മുറമയിൻപടി കാണപ്പെട്ടാൽ, മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ജീവിച്ചാൽ, നീ ഒരു സിയോനാക പുതിയ യെരൂശലേமாக കാണപ്പെടും. നിനക്ക് സിയോനായി പുതിയ യെരൂശലേമായി തീരാം. அந்த பரிசுத்தவான்களை சேர்க்கும்படியாக இயேசு மகிமையில் வெளிப்பட போகிறார். ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മഹത്വത്തിൽ വെളിപ്പെടും. அப்போது நாம் அவரோடு எடுத்துக்கொள்ளப்படுவோம். അപ്പോൾ നാം തന്നോടുകൂടെ എടുക്കപ്പെടും. நமக்கு മുന്നാக പാസ്റ്റർ ബാബു ഓടി മുടിത്താർ. പാസ്റ്റർ ബാബു നമുക്ക് മുൻപായി തന്റെ ഓട്ടം ഓടി മുടിപ്പോமாக. നമുക്ക് ഓട്ടം തികയ്ക്കാം. ചിലர்கள் சொல்லுவார்கள், ചിലർ പറയാറുണ്ട്, അനുഭവമുള്ളവരെല്ലാം പോയിട്ടാങ്ക, അനുഭവമുള്ളവരൊക്കെ പോയി, ഊഴിയമെല്ലാം പോച്ച്, ഓ വേലയൊക്കെ തീർന്നു. ദൈവജനമേ ഊഴിയം പോകവില്ല. ദൈവജനമേ വേല തീർന്നിട്ടില്ല. ദൈവം ഇതിനെ നടന്നു. പേർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം എത്ര പേർക്കുണ്ട്? മുടിവ് പര്യന്തം ഞാൻ ഉന്നോട് ഇരിപ്പേൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. കൈവിട മാട്ടാ. കർത്താവ് തന്റെ വേലയെ കൈവിടില്ല. എന്നെയും ഉങ്ങളെയും കൈവിട മാട്ടാ. എന്നെയും നിങ്ങളെയും ദൈവം കൈവിടില്ല. ദേവൻ ഉണ്മയുള്ള, വിളിച്ച ദൈവം വിശ്വസ്തൻ. സമാധാനത്തിൻ ദേവൻ താമേ. സമാധാനത്തിന്റെ ദൈവം മുറ്റിലും പരിശുദ്ധമാക്കുവാർ, നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകും. ആവി ആത്മ ശരീരം മുഴുവൻ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ യേശുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടട്ടെ. അழைത്തവർ ഉണ്മയുള്ളവർ, ഇതിനായി നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ. താൻ എങ്ങനെ ചെയ്യും? അവർ ചെയ്യ പോകറപടിയിനാൽ താൻ അത് ചെയ്യാൻ പോകുന്നത് ധൈര്യശാലികളാക മാറ്റപ്പെട്ടു നമുക്ക് ധൈര്യത്തോടെ ജീവിച്ചു എല്ലാ വിശ്വാസത്തെയും അകറ്റി, എല്ലാ വിശ്വാസവും നീക്കി, അധൈര്യത്തെ മാറ്റി, അധൈര്യങ്ങൾ മാറ്റി, വിശ്വാസത്തിൽ ബലപ്പെടുക. എല്ലാവരും വിശ്വാസത്തിൽ ബലം. എളുപ്പി നിർപ്പാമ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ദേവനെ തുതിപ്പാമ, ദൈവത്തെ സ്തുതിക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു അടക്കാരാധന എന്നത്, ഒരു അടക്കാരാധന എന്നത് ഏതോ ശോകത്തിന് ആരാധനയല്ല, ശോകപര്യവസായിയല്ല, കണ്ണീർ വിടുകിற ആരാധനയല്ല, കണ്ണുനീരൊഴുക്കുന്നതല്ല. അയ്യോ പോയിട്ടാരേ പോയിട്ടാരേ ഞാൻ എങ്ക പോവേ
என்று சொல்லுகிறதல்ல. അയ്യോ പോയല്ലോ പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നിലവിളിക്കുകയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அடக்காராதனை என்பது முடிசூட்டும் விழா. അടക്കാരാധന പട്ടാഭിഷേകം. இப்ப பரலோகத்தை பாருங்கள், സ്വർഗ്ഗത്തെ നോക്കുക, ദൂതர்கள் മധ്യയിൽ பாருங்கள், അവരുടെ നടുവിൽ നോക്കുക. தேவாதி தேவன் சொல்லுகிறார், ദൈവാദി ദൈവം പറയുന്നു, ഞാൻ എൻ കുമാരനെ ഭൂമിക്ക് അനുപ്പത് വൃഥാവാകവില്ല. ഞാൻ എന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് വെറുതെ ആയില്ല. കുമാരൻ சொல்லுகிறார், പുത്രൻ പറയുന്നു, ഞാൻ പാടുപെട്ട് രക്തത്തെ സിന്ദിനത് വീണാകവില്ല. ഞാൻ കഷ്ടതകൾ സഹിച്ച് രക്തം ചൊരിഞ്ഞത് വൃഥാവായില്ല. ദൂതர்கள் சொல்லுகிறார்கள், ദൂതന്മാർ പറയുന്നു, ഞാൻ ഇവരെ പാതുകാത്ത് ഇവർക്കാக ஊழியம் செய்தது വീണാകവില്ല. ഇവരെ സംരക്ഷിച്ചവർക്കായി വേല ചെയ്തത് വെറുതെ ആയില്ല. കർത്തർ താമേ ആരവാരത്തോടും പ്രധാന ദൂതനുടെ സത്തത്തോടും ദേവ എക്കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇരുന്ന് ഇറങ്ങി വരുവാർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അழைத்த ദേവൻ ഉണ്മയുള്ളവർ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഉന്നെ ബലപ്പെടുത്തുപടിയാ, നിന്നെ ബലപ്പെടുത്തുവാൻ ഇപ്പോഴത്തെ ഒരു വല്ലമീൻ അഭിഷേകത്തിനാൽ നിറപ്പ പോകുക. ഇപ്പോൾ ഇതാ ഒരു ശക്തിയുടെ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കും. എല്ലാവരും കൊഞ്ചം മുന്നുക്ക് വാരുങ്ക, എല്ലാവരും മുൻപോട്ട് വരും. ആവിയിൽ നിറമ്പുക, എല്ലാവരും ആത്മാവിൽ നിറയുവിൻ. കരങ്ങളെ തട്ടി ആവിയിൽ കൈകളടിച്ച് ആത്മാവിൽ നിറയുവിൻ. ഇതൊരു ശോകത്തിൻ ആരാധനയല്ല, ഇതൊരു ശോകത്തിന്റെ ആരാധനയല്ല, മുടിസൂട്ടും വിഴ, ഇതൊരു പട്ടാഭിഷേകം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവരും കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ കരങ്ങളടിച്ചടിച്ച് ആത്മാവിൽ നിറയാം. ഒരു അഭിഷേകത്തെ പെറ്റുകൊള്ളുക, ഒരു അഭിഷേകം പ്രാപിക്കാം. കണ്ണുകളെ മൂടുക, കണ്ണുകളെ അടയ്ക്കാം. ദേവനേ എനിക്കൊരു അഭിഷേകം താരോ, ദൈവമേ എനിക്കൊരു അഭിഷേകം തരണം. ധൈര്യം മാറട്ടോ, നിങ്ങൾ മാറട്ടെ, എന്റെ ഹൃദയ കഠിനം മാറട്ടെ, ഹൃദയ കാഠിന്യം മാറട്ടെ, അവിശ്വാസം മാറട്ടോ, എന്റെ അവിശ്വാസം മാറട്ടെ. അழைത്തവർ ഉണ്മയുള്ളവർ, വിളിച്ചവൻ വിശ്വസ്തൻ, അവർ അപ്പടിയേ ചെയ്വാർ, അവനത് ചെയ്യും, അവർ അപ്പടിയേ ചെയ്വാർ, അവൻ അങ്ങനെ തന്നെ ചെയ്യും. വിശ്വാസമുള്ളവങ്ക കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുക, വിശ്വാസമുള്ളവർ കൈകളടിച്ച് ആത്മാവിൽ നിറയുവിൻ. എല്ലാ ഊഴിയറുകളും ആവിയിൽ നിറമ്പുക, ശുശ്രൂഷരാത്മാവിൽ നിറയുവിൻ. നീ കണ്ണുകളെ തുറന്ന് പാർക്കാതെ കണ്ണ് തുറന്നു നോക്കണ്ട. എന്റെ ബലവീനങ്ങൾ മാറട്ടോ, നിന്റെ ദൗർബല്യം മാറട്ടെ, വ്യാധികൾ മാറട്ടോ, നിന്റെ രോഗങ്ങൾ മാറട്ടെ, ഉന്റെ എല്ലാവിധമായ ബന്ധനങ്ങൾ കെട്ടുകൾ അഴിക്കപ്പെടുവதாக, നിന്റെ എല്ലാവിധമായ കെട്ടുകൾ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കെട്ടുകൾ അഴിക്കപ്പെടുവதாக, എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. ദേവജനമേ സന്തോഷിച്ച് കളികൂറുക, ദൈവജനമേ സന്തോഷിച്ചുല്ലസിപ്പിൻ. കരങ്ങളെ തട്ടി തട്ടി സന്തോഷமாக ആവിയിൽ നിറമ്പുക, കൈകൾ അടിച്ചടിച്ച് സന്തോഷം.